ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഫ്രണ്ട്സും വരുന്നുണ്ട്. ഇപ്പോൾ സമയം രാത്രി ഒരു 11:30 ആയി കാണും. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഹെയർ സെറൊക്കെ ഒന്ന് ഇട്ടിരിക്കുകയാണ്. ബിക്കോസ് ഭയങ്കര ഫ്രിസി ആയി ഹെയറൊക്കെ, ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഭയങ്കര ചേഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ത്രോട്ടിന് ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ വോയിസ് ഓവറിൽ ചെറിയൊരു അപാകതയൊക്കെ കാണും. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വന്നു. ദിസ് ഇസ് ദേവിക, ദേവു എന്ന് വിളിക്കും. അപ്പോൾ ദേവുവിനെ പരിചയപ്പെട്ടൊരു കുഞ്ഞു കഥ കേട്ടാലോ നമുക്ക്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 ഞാൻ MBA പഠിക്കാൻ പോകുന്ന സമയം. ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തു. പക്ഷേ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഓൺലൈൻ മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സാറൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ശരിക്കും എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ ഫ്രണ്ട്സോ അങ്ങനെ ആരുമില്ല, എനിക്ക് അറിയില്ല ആരെയും. അപ്പോൾ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ ഒരു പുതിയൊരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. എനിക്കാണെങ്കിൽ പോകണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്, പഠിക്കണം എന്നാൽ എനിക്ക് ആരും കൂട്ടില്ല, അങ്ങനെയൊക്കെ ഒരുമാതിരി ഫീൽഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ വർക്ക് വന്നപ്പോൾ എനിക്ക് ഡൗട്ടായപ്പോൾ ആരോട് ചോദിക്കും എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ, നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ഇങ്ങനെ എടുത്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ മിണ്ടി ചോദിക്കണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിലൊരു കൂട്ട് വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ കൺമുന്നിൽ സ്റ്റക്കായിട്ടുള്ളൊരു പിക്ചറായിരുന്നു ദേവുവിൻ്റെ. അപ്പം ഞാൻ ആ DP ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു ചുരുണ്ട മുടിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇച്ചിരി ഫാഷനൊക്കെ ആയിട്ട് സ്ട്രെയിറ്റൊക്കെ ചെയ്തത്. അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ പേര് ജലേന, ഇങ്ങനെ നിങ്ങളുടെ ബാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അന്ന് തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇന്നിവിടെ 2026 അബുദാബിയിൽ വരെ എത്തിയേക്കണത്. അതായത് ഞങ്ങൾ 2 ഇയർ ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, ഒരുമിച്ചൊരു റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്, ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിക്കാനാന്നുള്ള പേരിൽ 2 മണിക്കൊക്കെ എണീറ്റ് പോയിട്ട് അപ്പുറത്ത് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒത്തിരി മെമ്മറീസ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ 2 പേര് മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട്. ആളെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആളെ ഞാൻ വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതും നമ്മളിപ്പോൾ ഈ കൈ പിടിച്ച ജീവിതത്തിലോട്ട് ഒരാളെ കയറ്റില്ലേ, അതേപോലെയാണ് കൈ പിടിച്ച് എൻ്റെ ജീവിതത്തിലോട്ട് കയറ്റിയൊരു ഫ്രണ്ടാണ് അത്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഓളെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റോറി എന്ന് പറയണത്. അങ്ങനെ നമ്മൾ കഥകളെല്ലാം പറഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ ഷാബിയയിലുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ മിട്ടൂനുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു QR കോഡ് കണ്ടപ്പോൾ നമ്മളന്ന് സ്കാൻ ചെയ്ത് മെനു ഒക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കും ഭയങ്കര ഡിസ്കഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് നല്ല പൊറോട്ട, അതായത് നോർമൽ പൊറോട്ടയുണ്ട്, വീറ്റ് പൊറോട്ടയുണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ ജിഞ്ചർ ചിക്കൻ ഓർഡർ ചെയ്തു, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം മാൻ വരട്ട്. ഞാൻ ആക്ച്വലി മാൻ വരട്ടൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ആകെ ചിക്കൻ, ബീഫ്, ഇതാണ് എനിക്ക് ഫേവറേറ്റ് ഉള്ളൂ. എന്താ പറയുക, പിഗിൻ്റെ ഇറച്ചി പോലും ഞാൻ കഴിച്ചിട്ടില്ല. അതായത് കഴിച്ചിട്ടില്ല എന്നല്ല, എനിക്കിഷ്ടമല്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇജാനും അവരൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു വട്ടം കഴിച്ചു, അതല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞു അവൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, അത് ഒരുമാതിരി ചൊവയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി കളയേണ്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി. മോനെ നല്ല അടിപൊളി സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കൊരു ബീഫ് കഴിക്കുന്ന ഫീലേ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മാനിന് വല്ല കുത്തലുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി കൂടി പോയതാണോ അതങ്ങനെ ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു, നല്ല അടിപൊളി സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ പൊറോട്ടയൊക്കെ കഴിച്ചതിന് ശേഷം കല്ലപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കല്ലപ്പം കഴിക്കാനൊരാഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ചു. ബിക്കോസ് നമുക്കിതൊക്കെ കഴിക്കുമ്പോൾ നാട്ടിലത്തെ ഈ കല്ലപ്പം, അതുപോലെ വേറൊരു സാധനം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നാട്ടിലെ ഒരു ഫീല്, നാട്ടിൽ പോയൊരു ഫീല്. ഞാൻ പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ നാട് എന്തോരം സ്പെഷ്യലായിരുന്നെന്നും അവിടുത്തെ ഫുഡ് എന്തോരം സ്പെഷ്യലായിരുന്നു നമുക്ക് മനസ്സിലാവാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നമ്മുടെ എന്താ പറയുക, സോന പപ്പടി, അതായത് പഞ്ഞി മിഠായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്
പോകുമ്പോൾ ഇങ്ങനെ കടയിൽ നിന്നും വൈകുന്നേരം പഞ്ഞിമിഠായി മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. കണ്ടോ, നമ്മുടെ മലയാളത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഓട്ടോയും എല്ലാം ഒരു സംഭവമൊക്കെ കാണിച്ചിട്ട് നല്ല അടിപൊളി ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. പിച്ചാൻ ഇങ്ങനെ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇന്നലെ ഒരു പർച്ചേസ് കഴിഞ്ഞ് വന്നതാണ്. ഇപ്പം ഇന്നെന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ടാണ് പുള്ളി ഇങ്ങനെ ഓടി കിടക്കണത്. അങ്ങനെ നമ്മൾ കുറേ നട്ട്സും കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാത്രങ്ങൾ കണ്ടത്. എനിക്ക് പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മൈൻഡ് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോകണതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാണ്ടായിരുന്നു, വെള്ളം എടുത്ത് അങ്ങനെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹൈ ഹൈ.